ശസ്ത്രക്രിയയിലൂടെ കൈയിലെ 6-ാം വിരൽ നീക്കം ചെയ്യാനെത്തിയ 4 വയസ്സുകാരിയുടെ നാവിന് ശസ്ത്രക്രിയ നടത്തിയ ഗുരുതര ചികിത്സാ പിഴവിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ഇന്ന് ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. ഡോക്ടർ ബിജോൺ ജോൺസനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് മെഡിക്കൽ കോളേജ് ACP പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇന്ന് മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ടെന്നും അതിനുശേഷമായിരിക്കും ഡോക്ടറെ ചോദ്യം ചെയ്യുകയെന്നും അദ്ദേഹം പറഞ്ഞു. ചികിത്സാരേഖകൾ പരിശോധിച്ചു വരികയാണ്. കുട്ടിക്ക് നാക്കിന് പ്രശ്നമുണ്ടായിരുന്നോ എന്ന് മെഡിക്കൽ ബോർഡിന് ശേഷം അറിയാമെന്നും ACP അറിയിച്ചു. ഡോക്ടർക്ക് അടുത്ത ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് അയക്കും. കുടുംബത്തിന്റെ പരാതിയിൽ ഡോക്ടർ ബിജോൺ ജോൺസണെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ പിഴവ് കേസിൽ കുട്ടിയുടെ കുടുംബത്തിന്റെ വാദം ശരിവച്ചാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതിൽ ചികിത്സാ വീഴ്ചയുണ്ടെന്നും പോലീസ് കരുതുന്നു. കുട്ടിക്ക് നാക്കിന് കുഴപ്പമുണ്ടായിരുന്നുവെന്ന് ഒരു ചികിത്സാരേഖയിലുമില്ല. ഇത് സംബന്ധിച്ച് ചികിത്സയ്ക്കല്ല അവർ മെഡിക്കൽ കോളേജിൽ എത്തിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയെ പരിശോധിച്ച മറ്റ് ഡോക്ടർമാരിൽ നിന്നും ഉൾപ്പെടെ പോലീസ് മൊഴിയെടുത്തു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ ഭാഗത്ത് പിഴവില്ലെന്ന ആശുപത്രി സൂപ്രണ്ടിന്റെ പ്രാഥമിക റിപ്പോർട്ടും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കൈപ്പത്തിയിലെ 6-ാം വിരൽ നീക്കം ചെയ്യാനെത്തിയ കുട്ടിയുടെ നാവിലായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത്. ചെറുവണ്ണൂർ സ്വദേശിയായ കുട്ടിക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഗുരുതരമായ ചികിത്സാ പിഴവ് നേരിടേണ്ടി വന്നത്. സംഭവത്തിൽ ഡോക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.